ഹായ് ഫ്രണ്ട്സ്, ഏറ്റവും പുതിയ ഒരു വാർത്ത ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ ക്ലർക്ക് കം കാഷ്യർ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നു. അതായത് നമ്മുടെ പലരും എഴുതിയ ക്ലർക്ക് കം കാഷ്യറിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുകയാണ്. കുറച്ചു നാൾ മുമ്പ് ഷോർട്ട് ലിസ്റ്റ് വന്നിരുന്നു. അതിനുശേഷം ഇതിന്റെ ഇന്റർവ്യൂ ഒക്കെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം ഇപ്പോൾ അതിന്റെ റാങ്ക് ലിസ്റ്റ് കൂടി പുറത്തു വന്നിരിക്കുന്നു. മെയിൻ ലിസ്റ്റിൽ എത്ര പേർ, സപ്ലിമെന്ററി ലിസ്റ്റിൽ എത്ര പേർ എന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായി നോക്കാം. അപ്പൊ നമുക്ക് നേരെ ആ ഒരു ഇതിലേക്ക് പോവാം. ഒന്നാമത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒരു റാങ്ക് ലിസ്റ്റ് നമ്പർ ചോദിച്ചാൽ 02/2024 ആണ്. കാറ്റഗറി നമ്പർ ചോദിച്ചാൽ 20/2023 ആയിരുന്നു. ഓക്കെ, the following is the select list containing the names of candidates for the post of clerk or clerk cum cashier ആണ്. സാലറി 35,600 മുതൽ 75,400 വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ വിശദമായി ഡിസ്കസ് ചെയ്താണ്. കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 20/2023 ആയിരുന്നു. 14/1/2024 ഇതിന്റെ പരീക്ഷ നടന്നത്. എപ്പോഴാണ്? 14/1/2024, അതായത് ജനുവരി 14 തീയതിയാണ് പരീക്ഷ നടന്നത്. ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് 9/4/2024 ഇന്നലത്തെ അല്ലെങ്കിൽ 9 കഴിഞ്ഞ ദിവസത്തെ ഡേറ്റിലാണ്, കഴിഞ്ഞ ദിവസത്തെ ഡേറ്റിലാണ് ഇതിന്റെ ഒരു ഡേറ്റ് വന്നിരിക്കുന്നത്. ഈ 9/4/2024 മുതലാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിന് പ്രാബല്യം ഉണ്ടായിരിക്കുക. ഈ ദിവസം മുതൽ 3 വർഷക്കാലത്തേക്കാണ് ഏറ്റവും കുറഞ്ഞത് ഈ റാങ്ക് ലിസ്റ്റ് വെക്കുക. അതിനു മുമ്പ് എപ്പോഴാണോ കാലാവധി തീർന്ന് ആ സമയത്ത് തീരുകയും ചെയ്യും. ഓക്കെ, ഇതാണ് ഇതിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള. ഇനി ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ നോക്കാം. ഇത് മെയിൻ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇതാണ് മെയിൻ ലിസ്റ്റ്. മെയിൻ ലിസ്റ്റിൽ സുജിന AT എന്ന് പറയുന്ന വ്യക്തിക്കാണ് 1ാം റാങ്കിൽ ലഭിച്ചിരിക്കുന്നത്. സുജിന AT പിന്നെ 86.01 മാർക്കായിരുന്നു OMR ഇന്റർവ്യൂവിന് 5 മാർക്ക് കിട്ടി. അങ്ങനെ 91.01 മാർക്കോടെ സുജിന AT ആണ് ക്ലർക്ക് കം കാഷ്യറിന്റെ റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത്. ഈ സുജിന ATക്ക് ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ ഈ ലിസ്റ്റിൽ മുഴുവൻ ഉൾപ്പെട്ട ആളുകൾക്കും ആശംസകൾ നേരുകയാണ്. ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ പേരുകൾ നമുക്കൊന്ന് വായിക്കാം. സുജിന AT, അരവിന്ദ് KS, അഖിൽ ER, അനന്തകൃഷ്ണൻ SS, ജിതിൻ O, അഖിൽ രാജ്, കൃഷ്ണമോഹൻ K, ശ്രീലക്ഷ്മി GA, അയ്യപ്പദാസ് SS, അഭിലാഷ KV, അഞ്ജന P, വിഷ്ണു V, വിവേക് M, നവനീത G, ആരതി ചന്ദ്രൻ, ശ്രുതിൻ KP, പുണ്യ JS, അരുൺ M, അഭിജിത്ത് PS, അമ്പാടി M, ആര്യ ദിലീപ്, വിദ്യ I, സുകന്യ AS, അർജുൻ UR, കൃഷ്ണപ്രിയ V, ഹരീഷ് CR, നിതിൻ S, വിഘ്നേഷ് VS, അശ്വനിത VK, ചിത്ര മോഹൻ. കൂടാതെ ശാന്തനു J, സംഗീത KS, പ്രവീൺ T, രശ്മി രവീന്ദ്രൻ, ശ്യാം SR, ആര്യ രവീന്ദ്രൻ, രേഷ്മ രാധാകൃഷ്ണൻ, കീർത്തന T, ജിനി KG. ഇങ്ങനെ 39 പേരാണ് ഈ ഒരു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. മെയിൻ ലിസ്റ്റിൽ എത്രയാണ്? 39 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, 39 പേർ. ഓക്കെ, OMR ടെസ്റ്റ് 73.03 ആയിരുന്നു ഏറ്റവും അവസാനം ഉണ്ടായിരുന്ന വ്യക്തിക്ക്. അവർക്ക് 4 മാർക്കാണ് ഇന്റർവ്യൂ ലഭിച്ചത്, 77.03. അപ്പൊ ജിനി KG ഇത്തരം 39 പേരെന്താണ് മെയിൻ ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ നേരുകയാണ് ഇവർക്കെല്ലാവർക്കും. കാരണം ഇവർക്കെല്ലാം ഈ ഒരു തസ്തികയിൽ ജോലി ലഭിക്കുമെന്ന്, നമുക്ക് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിക്കുള്ളിൽ ജോലി ലഭിക്കുമെന്ന് ആശംസിക്കാം. ഇനി സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് EWS 2 പേരാണ്. ആദിത്യ AVയും അശ്വിൻ CM ഉണ്ട്. EWL സിജിൽ KT, അഞ്ജലി J, ദീപ്തി S. ഹിന്ദു ഷെഡ്യൂൾഡ് കാസ്റ്റിൽ ശരൺ S, സൂരജ്ദാസ് M, അരുൺ TS, അശ്വതി ശശി, അജിൽ KB. ഹിന്ദു ഷെഡ്യൂൾഡ് ട്രൈബ്സിൽ കവിത S, OBCയിൽ അമൃത V, ഷാരി R, അക്ഷയ് കൃഷ്ണ, വിശ്വകർമ്മ അനില ബാലകൃഷ്ണൻ, ശ്രുതി S സുകുമാർ, ധീവര അമൽ NR, പ്രശാന്തി KP, അക്ഷയ് കലേശൻ P. ഹിന്ദു നാടാർ സുജിത SS ഉം അഗിയസ് രവീന്ദ്രനും. ഇങ്ങനെയാണുള്ളത്. അതായത് EWS 2 പേര്, ഈഴവയിൽ 3 പേര്, SSC 5 പേര്, ST ഒരാള്, OBC 3 പേര്, വിശ്വകർമ്മ 2 പേര്, ധീവര 3 പേര്, ഹിന്ദു നാടാർ 2 പേര്. ഇങ്ങനെ ആണ് ലിസ്റ്റിലുള്ളത്. 39 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇപ്പം വന്ന റാങ്ക് ലിസ്റ്റിന്റെ ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ ക്ലർക്ക് കം കാഷ്യർ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ ഇതിന്റെ അഡ്വൈസ് ആരംഭിക്കുകയും ചെയ്യുമായിരിക്കും നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കും. കൂടാതെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇനിയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കാരണം അപ്പോഴാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറെ പേരുണ്ട്, ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിർദ്ദേശങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താം.
വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ അവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക്